ഇന്ന് ഓവനൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പഫ്സിൻ്റെ റെസിപ്പി കാണാം. ആദ്യമായി നമുക്ക് പഫ് ഷീറ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദ എടുത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിലേക്ക് 1.5 ടീസ്പൂൺ ഓയിൽ ഒന്ന് തടവി ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഫില്ലിങ്ങാണ്, ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫില്ലിങ്ങാണ്. ഇതിനു വേണ്ടി 2 ടീസ്പൂൺ ഓയിൽ ഒരു പാനിലേക്ക് വെച്ച് അത് ചൂടായി വരുന്ന സമയത്ത് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വേഗം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റൈറ്റ് സൈഡിൽ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് വാട്ടിയ ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഫ്സിലേക്കായിട്ടുള്ള എഗ്ഗ് പുഴുങ്ങി ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. പഫ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്യാൻ നോക്കുക. കാരണം ലെയർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള റെസിപ്പി വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ പരത്തി കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് മടക്കിയെടുക്കാം. ഇനി ഇതൊന്ന് എണ്ണയിൽ വറുത്തെടുത്താൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ഓവനില്ലാത്ത പഫ്സ് റെഡിയാക്കിയെടുക്കാം. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.